നമസ്കാരം സുഹൃത്തുക്കളെ, 66/2026 ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷന്റെ രണ്ടാമത്തെ ക്ലാസ്സിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. നിങ്ങൾക്ക് 18-ാം തീയതി കഴിഞ്ഞ 10th പ്രിലിംസിന്റെ സ്റ്റേജ് 1 എക്സാം, സ്റ്റേജ് 1 കഴിഞ്ഞല്ലോ, സ്റ്റേജ് 2 ആണ് ക്യാൻസൽ ചെയ്തത്. സ്റ്റേജ് 1 ക്വസ്റ്റ്യൻ പേപ്പറിന്റെ ഡീറ്റെയിൽഡ് വർക്കൗട്ട് ആണ്. അതിൽ ഒന്നാമത്തെ ക്ലാസ് നമ്മൾ കുറച്ച് വർക്കൗട്ട് ചെയ്തു. നമുക്ക് അടുത്ത ക്ലാസ്സിലേക്ക് കിടക്കാം. ഓക്കെ, അതിൽ 10ാമത്തെ ക്വസ്റ്റ്യൻ നോക്ക്. രണ്ടാം ബുദ്ധൻ എന്ന വിശേഷണമുള്ള സാമൂഹ്യ പരിഷ്കർത്താവാണ് ആരാണ്? ശ്രീ നാരായണ ഗുരുവാണ് രണ്ടാം ബുദ്ധൻ എന്നറിയപ്പെടുന്ന കേരളത്തിലെ പ്രമുഖ സാമൂഹ്യ പരിഷ്കർത്താവ് എന്ന് പറയുന്നത്. അങ്ങനെ രണ്ടാം ബുദ്ധൻ എന്ന് വിശേഷിപ്പിച്ചത് ആരാണ്? രണ്ടാം ബുദ്ധൻ എന്ന് വിശേഷിപ്പിച്ചത് ആരാണ്? ജി ശങ്കരക്കുറുപ്പാണ്. ഇവിടെ എഴുതാം, ജി ശങ്കരക്കുറുപ്പ്. രണ്ടാം ബുദ്ധൻ എന്ന് ഗുരുവിനെ വിശേഷിപ്പിച്ചത് ജി ശങ്കരക്കുറുപ്പ്. ഓക്കെ, എങ്കിൽ നാണു ആശാൻ എന്ന് അദ്ദേഹത്തിന് വിളിച്ചിരുന്നത് ആരാ? നാണു ആശാൻ. നാണു ആശാൻ ആരാണ്? ശ്രീനാരായണ ഗുരു ആണ് അല്ലേ? അദ്ദേഹത്തിനെ അത് നാട്ടുകാരാണ് വിളിച്ചത് കേട്ടോ. നാട്ടുകാരാണ് അദ്ദേഹത്തെ നാണു ആശാൻ വിളിച്ചത്. ഇനി ശ്രീനാരായണ ഗുരുവിനെ യുഗപുരുഷൻ എന്ന് വിളിച്ചത് ആരാ? യുഗപുരുഷൻ എന്ന് വിളിച്ചത് കെ ദാമോദരനാണ്. കെ ദാമോദരനാണ് യുഗപുരുഷൻ എന്ന് വിളിച്ചത്. ഇനി അതേപോലെ വേറൊരു വാക്കാണ്, ശ്രദ്ധിക്കണേ, ഞാൻ പറയുന്നൊന്ന് ശ്രദ്ധിക്കണേ. ഞാൻ കണ്ടവരിൽ ആത്മീയമായി ഏറ്റവും ഔന്നിത്യം പുലർത്തിയ വ്യക്തി എന്ന് വിശേഷിപ്പിച്ചത് ആരാണ്? ഞാൻ കണ്ടവരിൽ, അതായത് ആ വ്യക്തി കണ്ടവരില് ഏറ്റവും കൂടുതൽ എന്താ ആത്മീയമായിട്ട് കേട്ടോ, ആത്മീയമായി ഔന്നിത്യം പുലർത്തിയ വ്യക്തി, ഔന്നിത്യം പുലർത്തിയ വ്യക്തി എന്ന് അവകാശപ്പെട്ടത് ശ്രീനാരായണ ഗുരുവിനെ പറഞ്ഞത് ആരാണ്? രവീന്ദ്രനാഥ ടാഗോർ ആണ്. രവീന്ദ്രനാഥ ടാഗോർ ആണ്. എപ്പോ? 1922 നമ്മുടെ ഗുരുവും മറ്റേ രവീന്ദ്രനാഥ എന്ത് ചെയ്തിട്ടുണ്ട്? ഗുരുവിന്റെ ശിവഗിരി മഠം സന്ദർശിക്കുന്നത് ആര്? രവീന്ദ്രനാഥ ടാഗോർ കേട്ടോ. അപ്പോഴാണ് ഇവർ കണ്ടുമുട്ടുന്നത്. അങ്ങനെ 1922 ശ്രീനാരായണ ഗുരുവും അതുപോലെ തന്നെ രവീന്ദ്രനാഥ ടാഗോർ ശിവഗിരി മഠം സന്ദർശിക്കുകയാണ്. അപ്പോഴാണ് കണ്ടുമുട്ടുന്നത്. അങ്ങനെ ആ കണ്ടുമുട്ടിയതിന്റെ ഇടവേളകളിലാണ് എന്ത് പറയുന്നത്? ഞാൻ കണ്ടവരിൽ ആത്മീയമായി ഔന്നിത്യം പുലർത്തിയ വ്യക്തി ആരെന്ന് ചോദിക്കുമ്പോൾ ആരാണ്? ശ്രീനാരായണ ഗുരു ആണ്. ആരാണ് പറഞ്ഞത്? രവീന്ദ്രനാഥ ടാഗോർ ആണ്. രണ്ടാം ബുദ്ധൻ എന്ന് വിശേഷിപ്പിച്ചത് ജി ശങ്കരക്കുറുപ്പാണ്. നാണു ആശാൻ എന്ന് വിശേഷിപ്പിച്ചത് നാട്ടുകാരാണ്. യുഗപുരുഷൻ എന്ന് വിശേഷിപ്പിച്ചത് കെ ദാമോദരനാണ്. അത്രയും കാര്യങ്ങൾ അവിടെ പഠിച്ചല്ലോ. ഇനി നമുക്ക് ശ്രീനാരായണ ഗുരുവിനെ കുറിച്ചിട്ട് നമുക്ക് എന്തൊക്കെയാണ് അറിഞ്ഞിരിക്കേണ്ടത്? നമുക്ക് നോക്കാം കേട്ടോ. നമുക്കിങ്ങനെ ഓരോരോ കാര്യങ്ങൾ, ഓരോരോ നവോത്ഥാന നായകരൊക്കെ ഇങ്ങനെ ക്വസ്റ്റ്യൻസ് വരുമ്പോൾ നമുക്ക് പഠിച്ചു വെക്കാം. അദ്ദേഹം ജനിച്ചത് 1856 കേട്ടോ. 1856 ഓഗസ്റ്റ് മാസം 20 അദ്ദേഹത്തിന്റെ ജനനം. അദ്ദേഹത്തിന്റെ മരണം എപ്പോഴാ? 1928. അത് ഓഗസ്റ്റ് കഴിഞ്ഞ് സെപ്റ്റംബർ കേട്ടോ. സെപ്റ്റംബർ 20, അടുത്ത തൊട്ടല്ല, 1928 സെപ്റ്റംബർ മാസം 20 അദ്ദേഹം മരിക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ. അപ്പോ 1856 ഓഗസ്റ്റ് 20 ജനിച്ചു എന്ന് പറഞ്ഞു അല്ലെ. തിരുവനന്തപുരത്തെ എവിടെയാണ്? തിരുവനന്തപുരത്തെ ചെമ്പഴന്തിയിലുള്ളതാ വയൽവാരം വീട്. ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. വയൽവാരം വീട് ആരുടെ ജന്മസ്ഥലമാണെന്ന് ചോദിച്ചിട്ടുണ്ട്. ശ്രീനാരായണ ഗുരുവിന്റേതാണ്. 1856 ഓഗസ്റ്റ് 20 തിരുവനന്തപുരത്തെ ചെമ്പഴന്തിയിലെ വയൽവാരം വീട്ടിലാണ് അദ്ദേഹത്തിന്റെ ജനനം എന്ന് പറയുന്നത്. ഏതാണ് നക്ഷത്രം? ചതയ നക്ഷത്രമാണ് അല്ലെ. അതുകൊണ്ടാണല്ലോ നമ്മൾക്ക് ചതയ ദിനാഘോഷം നടക്കുന്നില്ലേ? ഓണം, ഉത്രാടം, തിരുവോണം, അവിട്ടം, ചതയം അല്ലെ. ചതയം എന്താ? ശ്രീനാരായണ ഗുരു അല്ലേ, ശ്രീനാരായണ ഗുരുവിന്റെയാണ് അല്ലെ. ചതയ നക്ഷത്രത്തിലാണ് അദ്ദേഹത്തിന്റെ ജനനം. പിന്നെ 1928 സെപ്റ്റംബർ 20 അദ്ദേഹം അന്തരിച്ചു. അദ്ദേഹത്തിന്റെ ബാല്യകാല നാമമാണ് നാണു എന്ന് പറയുന്നത് കേട്ടോ. അദ്ദേഹത്തിന്റെ ബാല്യകാല നാമമാണ് നാണു എന്ന് പറയുന്നത്. ഇനി അദ്ദേഹം മഹാസമാധി അടയുന്നത് 1928 സെപ്റ്റംബർ 20 വർക്കലയിലെ ശിവഗിരിയിൽ വെച്ചിട്ട് കേട്ടോ. വർക്കലയിലെ ശിവഗിരിയിൽ വെച്ചിട്ട് എന്ത് ചെയ്യുന്നു? അദ്ദേഹം മരണമടയുന്നു. ഓക്കെ, ഇനി ഇദ്ദേഹത്തിന്റെ പ്രധാനപ്പെട്ട മുദ്രാവാക്യം, അദ്ദേഹത്തിന്റെ പ്രശസ്തമായ മുദ്രാവാക്യങ്ങൾ ഏതൊക്കെയാണ്? ഒരു ജാതി, ഒരു മതം, ഒരു ദൈവം അല്ലേ. ഒരു ജാതി, ഒരു മതം, ഒരു ദൈവം. ഇതാരുടെ വാക്കുകളാണ്? ശ്രീനാരായണ ഗുരുവിന്റെ വാക്കുകളാണ്. ഒരു ജാതി, ഒരു മതം, ഒരു ദൈവം. ആർക്ക്? മനുഷ്യന് അല്ലെ. ഒരു ജാതി, ഒരു ദൈവം, ഒരു മതം, മനുഷ്യന്. പിന്നെ അടുത്തത് എന്താണ്? മതം ഏതായാലും മനുഷ്യൻ നന്നായാൽ മതി അല്ലെ. മതം ഏതായാലും എന്ത് നന്നാ മതി? മനുഷ്യൻ
മനുഷ്യൻ നന്നായാൽ മതി, ഇദ്ദേഹത്തിന്റെ വാക്കുകളാണ്. അതുപോലെ തന്നെ വിദ്യ കൊണ്ട് പ്രബുദ്ധരാവുക, സംഘടന കൊണ്ട് ശക്തരാകുക, അല്ലെ? വിദ്യ കൊണ്ട് പ്രബുദ്ധരാവുക, വിദ്യ കൊണ്ട് പ്രബുദ്ധരാവുക, പിന്നെ സംഘടന കൊണ്ട് ശക്തരാവുക, സംഘടന കൊണ്ട് ശക്തരാകുക. ഓക്കെ, ഈ 3 കോട്ടിങ്സ് അദ്ദേഹത്തെ കുറിച്ച് പഠിക്കണം. പിന്നെ 1888 ഇദ്ദേഹം എന്ത് ചെയ്യുന്നത്? അരുവിപ്പുറം പ്രതിഷ്ഠ നടത്തുന്നത്. അരുവിപ്പുറം പ്രതിഷ്ഠ 1888, 38 കേട്ടോ. ആ അരുവിപ്പുറം പ്രതിഷ്ഠയിലാണ് എന്ത് പറയുന്നത്? ശ്രദ്ധിക്കണം, പ്രീവിയസ് ആണ്. ജാതിഭേദം മതദേശമേതുമില്ലാതെ സർവരും സോദരത്വേന വാഴുന്ന മാതൃകാ സ്ഥാനമാണിത് എന്ന സന്ദേശത്തോടെ ചരിത്രപ്രസിദ്ധമായ ശിവപ്രതിഷ്ഠ നടത്തിയത് ആലുവ അരുവിപ്പുറം പ്രതിഷ്ഠയിലാണ്. അരുവിപ്പുറം പ്രതിഷ്ഠ നടത്തിയത് അദ്ദേഹം ആലുവയിലാണ്. അവിടെ എഴുതി വെച്ച വാക്കുകളാണ്: ജാതിഭേദം മതദേശമേതുമില്ലാതെ സർവരും സോദരത്വേന വാഴുന്ന മാതൃകാ സ്ഥാനമാണിത്. അതേപോലെ തന്നെ 1903 അദ്ദേഹം SNDP സ്ഥാപിക്കുന്നത്, ശ്രീനാരായണ ധർമ്മ പരിപാലന യോഗം സ്ഥാപിക്കുന്നത്. ഇതിന്റെ സ്ഥിരം അധ്യക്ഷൻ ആരാണ്? SNDPയുടെ സ്ഥിരം അധ്യക്ഷൻ ആര് എന്ന് ചോദിച്ചാൽ അത് ആരാണ്? ശ്രീനാരായണ ഗുരുവാണ്. സെക്രട്ടറി ആര് എന്ന് ചോദിച്ചാൽ അത് കുമാരനാശാനാണ്. സെക്രട്ടറി കുമാരനാശാനാണ്. 1924 അദ്ദേഹത്തിന്റെ ആലുവ സർവമത സമ്മേളനം നടക്കുന്നത്. ആലുവ സർവമത സമ്മേളനം 1924. ഏഷ്യയിലെ തന്നെ ആദ്യത്തെ സർവമത സമ്മേളനമാണ് ഏത്? ആലുവ സർവമത സമ്മേളനം. അതിലാണ് പറയുന്നത്, ആലുവ സർവമത സമ്മേളനത്തിൽ പറയുന്ന വാക്കുകളാണ്: ബാധിക്കാനും ജയിക്കാനുമല്ല, അറിയാനും അറിയിക്കാനുമാണ് എന്നതാണ് ഇതിന്റെ മുഖ്യ സൂക്തം എന്ന് പറയുന്നത്. ആലുവ സർവമത സമ്മേളനത്തിലാണ് എന്താ പറയുന്നത്? പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. വാദിക്കാനും ജയിക്കാനുമല്ല, പിന്നെ എന്തിനാണ്? അറിയാനും അറിയിക്കാനുമാണ് എന്നതായിരുന്നു മുഖ്യത. ഇനി അദ്ദേഹത്തിന്റെ നമുക്ക് കൃതികൾ ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഇത്രയും കാര്യങ്ങളൊക്കെ ആയല്ലോ. ഇനി അദ്ദേഹത്തിന്റെ കൃതികൾ എന്തൊക്കെയാണ്? തരുന്ന കാര്യങ്ങൾ ഞാൻ എല്ലാം പ്രീവിയസ് ആയിട്ട് ചോദിച്ച ചോദ്യങ്ങളാണ് ഇവിടെ എന്ത് ചെയ്യുന്നത്? എക്സ്പ്ലനേഷൻ നിങ്ങൾക്ക് തരുന്നത്. അപ്പൊ ഇനി ക്വസ്റ്റ്യൻ പേപ്പർ വർക്കൗട്ട് ചെയ്യുമ്പോൾ, ഇനിയിപ്പോൾ നിങ്ങൾ ഈ ക്വസ്റ്റ്യൻ പേപ്പർ വർക്കൗട്ട് ചെയ്യുന്നത് August 1 പ്രിലിംസിന് വേണ്ടി മാത്രമല്ല, മനസ്സിലാക്കണം. ഏതിനു വേണ്ടിയിട്ടായിരിക്കണം? ഇനി കമ്പനി കോർപ്പറേഷൻ ലാസ്റ്റ് ഗ്രേഡ് മെയിൻസിന് തയ്യാറാകുന്ന ഉദ്യോഗാർത്ഥികൾ ഇതേപോലെ പഠിച്ചിട്ട് പോകുക. അതുപോലെ തന്നെ VFA എക്സാമായി, VFAക്ക് ഇതൊക്കെ തയ്യാറെടുക്കുന്ന എല്ലാ കൂട്ടുകാർക്കും വേണ്ടിയിട്ടാണ്. അപ്പോൾ പാസ്റ്റ് ഈസ് പാസ്റ്റ്. ഓക്കെ, അപ്പൊ ഇന്നലെ നമ്മൾ ക്വസ്റ്റ്യൻ പേപ്പർ സ്റ്റാർട്ട് ചെയ്തു. ആ ക്വസ്റ്റ്യൻ പേപ്പർ അങ്ങോട്ട് തുടങ്ങുക നിങ്ങൾ കേട്ടോ. ആ തുടങ്ങിയിട്ട് എല്ലാ കാര്യങ്ങളും, ഒരു ക്വസ്റ്റ്യൻ ഒരു ആൻസർ പോലും തെറ്റാനായിട്ട് പാടില്ല, ശ്രദ്ധിച്ച് കൈകാര്യം ചെയ്യണം കേട്ടോ. ഇനി അദ്ദേഹത്തിന്റെ പ്രധാനപ്പെട്ട കൃതികൾ ഏതൊക്കെയാണ്? ദൈവദശകം അല്ലേ? ദൈവദശകം, പിന്നെ ആത്മോപദേശ ശതകം, പിന്നെ ദർശനമാല, അദ്വൈത ദീപിക, ജാതിമീമാംസ. ഏതാണ്? ജാതിമീമാംസ, ദൈവദശകം, ആത്മോപദേശ ശതകം, ദർശനമാല, അദ്വൈത ദീപിക, ജാതിമീമാംസ, നവമഞ്ചരി, പിന്നെ ഗജേന്ദ്രമോക്ഷം വഞ്ചിപ്പാട്ട്. ഓക്കെ, ഇത് രണ്ടെണ്ണം ആർക്ക് വേണ്ടിയിട്ടായിരുന്നു? ചട്ടമ്പി സ്വാമികൾക്ക് വേണ്ടിയിട്ട് സമർപ്പിച്ചതാണ് കേട്ടോ. നവമഞ്ചരിയും ഗജേന്ദ്രമോക്ഷം വഞ്ചിപ്പാട്ടും. ഇത്രയും കാര്യങ്ങൾ ശ്രീനാരായണ ഗുരുവിനെ കുറിച്ചിട്ട് പഠിക്കാം. അപ്പൊ നമ്മളിവിടെ ശ്രീനാരായണ ഗുരുവിനെ കുറിച്ച് പഠിച്ചത് ഒന്നും കൂടി റിവൈസ് ചെയ്താലോ? 2ാം ബുദ്ധൻ എന്ന് അറിയപ്പെടുന്നത് ആരാണ്? ശ്രീനാരായണ ഗുരുവാണ്. ശ്രീനാരായണ ഗുരുവിനെ 2ാം ബുദ്ധൻ എന്ന് വിശേഷിപ്പിച്ചത് G. ശങ്കരക്കുറുപ്പാണ്. അതേപോലെ പിന്നെ അദ്ദേഹത്തിന് ഓരോരോ വിശേഷണങ്ങൾ കൊടുത്തിട്ടുണ്ടായിരുന്നു. നാണു ആശാൻ എന്ന് വിളിച്ചിട്ടുണ്ടായിരുന്നത് നാട്ടുകാരാണ്.
യുഗപുരുഷൻ എന്ന് വിളിച്ചത് കെ ദാമോദരനാണ്. ഞാൻ കണ്ടവരിൽ ആത്മീയമായി ഏറ്റവും ഔന്നത്യം പുലർത്തിയ വ്യക്തി എന്ന് അവകാശപ്പെട്ടത് രവീന്ദ്രനാഥ ടാഗോറാണ്. പിന്നെ അദ്ദേഹത്തിന്റെ ജനനം 1856 ഓഗസ്റ്റ് മാസം 20 തിരുവനന്തപുരത്തെ ചെമ്പഴന്തിയിലുള്ള വയൽവാരം വീട്ടിലാണ്. 1928 സെപ്റ്റംബർ മാസം 20 അദ്ദേഹം വർക്കലിലെ ശിവഗിരിയിൽ വെച്ച് അന്തരിച്ചു. പിന്നെ അദ്ദേഹത്തിന്റെ ബാല്യകാല നാമമാണ് നാണു എന്ന് പറയുന്നത്. പിന്നെ അദ്ദേഹത്തിന്റെ മുദ്രാവാക്യങ്ങളാണ് ഒരു ജാതി, ഒരു മതം, ഒരു ദൈവം, മനുഷ്യന് മതം ഏതായാലും മനുഷ്യൻ നന്നായാൽ മതി, വിദ്യ കൊണ്ട് പ്രബുദ്ധരാകുക, സംഘടന കൊണ്ട് ശക്തരാകുക. ഇങ്ങനെ 3 അദ്ദേഹത്തിന്റെ പ്രധാനപ്പെട്ട മുദ്രാവാക്യങ്ങളാണ്. 1888 അദ്ദേഹം അരുവിപ്പുറത്ത് പ്രതിഷ്ഠ നടത്തുന്നത്. ആ അരുവിപ്പുറം പ്രതിഷ്ഠ നടത്തുന്നത് എന്തായിരുന്നു? അതില് ജാതിഭേദം മതദേശം ഏതുമില്ലാതെ സർവരും സോദരത്വേന വാഴുന്ന മാതൃകാ സ്ഥാനമാണിത് എന്ന സന്ദേശത്തോടു കൂടിയിട്ടാണ് അദ്ദേഹം ശിവപ്രതിഷ്ഠ നടത്തിയത്. 1903 SNDP അദ്ദേഹം സ്ഥാപിക്കുന്നത്, ശ്രീനാരായണ ധർമ്മ പരിപാലന യോഗം. അതിന്റെ സ്ഥിര അധ്യക്ഷൻ ഗുരു ആണെങ്കിൽ അതിന്റെ സെക്രട്ടറി കുമാരനാശാനാണ്. 1924 ആലുവ സർവമത സമ്മേളനം നടക്കുന്നത്. ആലുവ സർവമത സമ്മേളനത്തിൽ ഏഷ്യയിലെ തന്നെ ആദ്യത്തെ സർവമത സമ്മേളനം കൂടിയിട്ടാണ്. ബാധിക്കാനും ജയിക്കാനുമല്ല, അറിയാനും അറിയിക്കാനുമാണ് എന്നതാണ് അതിന്റെ പ്രധാനപ്പെട്ട മുഖ്യ സൂക്തം. പ്രധാനപ്പെട്ട അദ്ദേഹത്തിന്റെ കൃതികളാണ് ആത്മോപദേശ ശതകം, ദൈവദശകം, ദർശനമാല, അദ്വൈത ദീപിക, ജാതി മീമാംസ, നവമഞ്ചരി, ഗജേന്ദ്രമോക്ഷം, വഞ്ചിപ്പാട്ട്. ഇതൊക്കെ അദ്ദേഹത്തിന്റെ പ്രശസ്തമായ കൃതികളാണ്. പ്രാചീന കാലത്ത് ബംഗാളിലെ സോനാർ താഴ്വരയെയും സിന്ധു താഴ്വരയെയും ബന്ധിപ്പിച്ചിരുന്ന പാത ഏതാണ്? ഷാഹി പാതയാണ്. ഷാഹി പാത എന്ന് പറയുമ്പോൾ അതായത് ഇത് ചരിത്ര പ്രസിദ്ധമായ ഒരു, നമ്മൾ സാധാരണ പഠിക്കാറുണ്ട് അല്ലെ, ഗ്രാൻഡ് ട്രങ്ക് റോഡ് അല്ലെ, ഗ്രാൻഡ് ട്രങ്ക് റോഡ്. ഓക്കെ, ഗ്രാൻഡ് ട്രങ്ക് റോഡ്. അതായത് ഈ ഗ്രാൻഡ് ട്രങ്ക് റോഡ് പണ്ട് കാലത്ത് അറിയപ്പെട്ടിരുന്ന പേരാണ് ഏത്? ഷാഹി പാത എന്ന്. ഓക്കെ, ഇത് പശ്ചിമേഷ്യയെയും ബംഗാളിലെ സമതലങ്ങളിലെ പീഠഭൂമികളെയും തമ്മിലാണ് ബന്ധിപ്പിച്ചിട്ടുണ്ടായിരുന്നത്. എവിടെയൊക്കെയാണ്? പശ്ചിമേഷ്യയെയും അതുപോലെ ബംഗാളിലെ സമതലങ്ങളെയുമാണ് എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നത്? ബന്ധിപ്പിച്ചിട്ടുണ്ടായിരുന്നത്. പിന്നീട് ഷേർഷാ സൂരി എന്ത് ചെയ്തു? ഈ പാതയെ പുനർനിർമ്മിക്കുകയും വികസിപ്പിക്കുകയും ചെയ്തു. കേട്ടോ? അപ്പൊ അതായത് നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം, ഷാഹി പാത എന്നത് ചരിത്ര പ്രസിദ്ധമായ ഗ്രാൻഡ് ട്രങ്ക് റോഡിന്റെ പഴയകാല നാമങ്ങളിൽ ഒന്നാണ്. ചരിത്ര പ്രസിദ്ധമായ ഗ്രാൻഡ് ട്രങ്ക് റോഡിന്റെ എന്താണ്? ചരിത്ര പ്രസിദ്ധമായ ഗ്രാൻഡ് ട്രങ്ക് റോഡിന്റെ പഴയകാല പേരാണ് ഷാഹി പാത എന്ന് പറയുന്നത്. അതായത് ഇതിന്റെ പ്രത്യേകത, ദക്ഷിണേഷ്യ ഉണ്ടല്ലോ, ദക്ഷിണേഷ്യയിലെ ഏറ്റവും പഴക്കമേറിയതും ഏറ്റവും നീളം കൂടിയിട്ടുള്ളതുമായ പ്രധാന പാതകളിൽ ഒന്നാണ്. ദക്ഷിണേഷ്യയിലെ ഏറ്റവും പഴക്കമേറിയതും നീളം കൂടിയിട്ടുള്ളതുമായ പ്രധാനപ്പെട്ട പാതകളാണ്. ഈ പാത ആദ്യം നിർമ്മിച്ചത് ചന്ദ്രഗുപ്ത മൗര്യനാണ്. ആരാണ്? ചന്ദ്രഗുപ്ത മൗര്യനാണ്. ഈ പാത ആദ്യം നിർമ്മിച്ചത് ആരാണ്? ചന്ദ്രഗുപ്ത മൗര്യനാണ്. കേട്ടോ? ഇത് അക്കാലത്ത് അറിയപ്പെട്ടിരുന്നത് എന്താണ്? അതായത് ഏകദേശം ഒരു BC 3-ാം നൂറ്റാണ്ടൊക്കെ കണക്കാക്കാം. BC 3-ാം നൂറ്റാണ്ടില് മൗര്യ സാമ്രാജ്യത്തിന്റെ സ്ഥാപകനായ ചന്ദ്രഗുപ്ത മൗര്യനാണ് അല്ലെ. അദ്ദേഹം എന്ത് ചെയ്തു? ഈ പാത ആദ്യമായിട്ട് നിർമ്മിച്ചു. ഈ പാത ആദ്യമായിട്ട് നിർമ്മിക്കുന്ന സമയത്ത്, ചന്ദ്രഗുപ്തൻ നിർമ്മിക്കുന്ന സമയത്ത് അതിനെ അറിയപ്പെട്ടിരുന്ന പേര് ഉത്തരപദം എന്നാണ്. എന്താണ്? ഉത്തരപദം എന്നാണ്. കേട്ടോ? പിന്നീട് 3-ാം നൂറ്റാണ്ടില്. എന്നാൽ 16-ാം നൂറ്റാണ്ട് ആയ സമയത്താണ് നമ്മുടെ ഷേർഷാ സൂരി എന്ത് ചെയ്യുന്നത്? ഷേർഷാ സൂരി ഈ പാതയെ പൂർണ്ണമായിട്ട് എന്ത് ചെയ്തു? പുനർനിർമ്മിക്കുകയും വികസിപ്പിക്കുകയും ചെയ്തു. അതിനുകൊണ്ട് ഇതിനെ മറ്റൊരു പേര് എന്നിട്ടു ഷാഹി പാത എന്ന് കൊടുത്തു. അപ്പൊ അങ്ങനെ പേരെന്ത് കൊടുത്തു? ഷാഹി പാത. ഷാഹി അല്ലെങ്കിൽ എന്ത് പറയാം? രാജകീയ പാത എന്നും പറയാം. ഓക്കെ, ഷാഹി അല്ലെങ്കിൽ രാജകീയ പാത എന്നും വിളിക്കാം. ഓക്കെ, പശ്ചിമ ബംഗാളിലെ സോനാർഗാവ് മുതൽ, അതവിടെ പറയുന്നുണ്ട്, സോനാർ താഴ്വര എന്ന് പറയുന്നുണ്ട്. സോനാർഗാവ് കേട്ടോ. സോനാർഗാവ് മുതൽ എവിടെ വരെയാണ്? അതായത് സോനാർഗാവ് മുതൽ എന്ന് പറയുമ്പോൾ, സോനാർഗാവ് എന്ന് പറയുമ്പോൾ നിലവിൽ എവിടെയാണത്? ബംഗ്ലാദേശിലാണ് കേട്ടോ. നിലവില് ബംഗ്ലാദേശിലാണ്. സോനാർഗാവ് മുതൽ ഏതുവരെയാണ്? പാകിസ്ഥാനിലെ
പെഷവാർ, അതുപോലെ തന്നെ അഫ്ഗാനിസ്ഥാനിലെ കാബൂൾ താഴ്വരയൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്, ഇത് നീണ്ടു കിടക്കുന്നുണ്ട് കേട്ടോ. പിന്നീട് 16-ാം നൂറ്റാണ്ട് കഴിഞ്ഞു. പിന്നീട് 19-ാം നൂറ്റാണ്ട് ആയ സമയത്താണ് ബ്രിട്ടീഷ് കാലഘട്ടമാണ് അല്ലെ. 19-ാം നൂറ്റാണ്ടിൽ ബ്രിട്ടീഷുകാരുടെ ഭരണകാലത്ത് എന്ത് ചെയ്തു, ബ്രിട്ടീഷുകാരുടെ ഭരണകാലത്ത് ഇതിന് ഗ്രാൻഡ് ട്രങ്ക് റോഡ് എന്ന് പുനർനാമകരണം ചെയ്തു. ഗ്രാൻഡ് ട്രങ്ക് റോഡ് എന്ന് പുനർനാമകരണം ചെയ്തു. മനസ്സിലായോ? 3-ാം നൂറ്റാണ്ടില് ചന്ദ്രഗുപ്ത മൗര്യൻ ആദ്യമായിട്ട് നിർമ്മിച്ച ഈ റോഡ് ഉത്തരപഥം എന്നറിയപ്പെട്ടു. 16-ാം നൂറ്റാണ്ടില് ശേഷാസൂരി അതിനെ പുതുക്കി പണിതു. അതിന് ഷാഹി റോഡ് അല്ലെങ്കിൽ രാജകീയ പാത എന്ന് നിർമ്മിക്കപ്പെട്ടു. 19-ാം നൂറ്റാണ്ടിൽ ആ പാതയെ ബ്രിട്ടീഷുകാർ എന്ത് ചെയ്തു, ഒന്നും കൂടി വികസിപ്പിച്ചു കൊണ്ടുവരികയും അതിന് ഗ്രാൻഡ് ട്രങ്ക് റോഡ് എന്ന് പുനർനാമകരണം ചെയ്യുകയും ചെയ്തു. സോനാർ താഴ്വരയെയും പിന്നെ സിന്ധു താഴ്വര, അതാണ് നമ്മൾ പറഞ്ഞത് ഇപ്പോൾ. സോനാർ താഴ്വര പറഞ്ഞാൽ പശ്ചിമ ബംഗാളിലെ സോനാർ ഗാവ് പറയുമ്പോൾ ഇന്നത്തെ ബംഗ്ലാദേശിലാണ്. അതാണ് സിന്ധു താഴ്വര പറയുമ്പോൾ പാകിസ്ഥാനിലെ പെഷവാർ, ഓക്കെ. പിന്നെ അഫ്ഗാനിസ്ഥാനിലെ കാബൂൾ എന്നിവരെയൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്, ഈ റോഡ് നീളുന്നുണ്ട്. എണ്ണപ്പാടം അടിസ്ഥാനമാക്കിയുള്ള ഇന്ത്യയിലെ ആദ്യത്തെ എണ്ണ ശുദ്ധീകരണശാലയാണ് ഇത് ദിഗ്ബോയി എന്ന് പറയുന്നത് അല്ലെ. ദിഗ്ബോയി അല്ലെ 19-ാം നൂറ്റാണ്ടിന്റെ അവസാനത്തില് ഈ റെയിൽവേ ട്രാക്കുകൾ നിർമ്മിക്കുന്നതിന് ഇടയിലാണ് എന്ത് ചെയ്യുന്നത്, റെയിൽവേ ട്രാക്ക് നിർമ്മിക്കുമല്ലോ. ആ റെയിൽവേ ട്രാക്ക് നിർമ്മിക്കുന്നതിന്റെ ഇടയിൽ എന്ത് ചെയ്തു, അവിചാരിതമായിട്ട്, അതായത് യാദൃച്ഛികമായിട്ട് എന്ത് ചെയ്തു, ക്രൂഡ് ഓയിൽ കണ്ടെത്തി. മനസ്സിലായോ? ക്രൂഡ് ഓയിൽ കണ്ടെത്തി. അക്കാലത്ത് എന്ത് ചെയ്തു, ഈ എണ്ണ ഖനനത്തിനുമായിട്ട് തൊഴിലാളികളോട് ബ്രിട്ടീഷ് എഞ്ചിനീയർമാർ എന്ത് ചെയ്തു, ഇവിടെ ഈ ദിഗ്ബോയ് എന്ന പേര് വരാനുള്ള കാരണമാണ്, എങ്ങനെയാണ് ഈ ദിഗ്ബോയ് എന്ന പേര് കിട്ടിയതെന്നാണ് ഞാൻ പറഞ്ഞു വരുന്നത് കേട്ടോ. അപ്പോൾ ഈ റെയിൽവേ ട്രാക്ക്, അപ്പോൾ 19-ാം നൂറ്റാണ്ടിൽ റെയിൽവേ ട്രാക്ക് പണിയുമ്പോൾ ആരാണ് അവിടെ, ബ്രിട്ടീഷുകാരാണ്. കേൾക്കുന്നുണ്ടോ? ഈ ബ്രിട്ടീഷുകാർ എന്ത് ചെയ്തു, ബ്രിട്ടീഷ് എഞ്ചിനീയർമാരാണ് അവിടെ ചെയ്യുന്നത് കേട്ടോ. ബ്രിട്ടീഷ് എഞ്ചിനീയർമാര് അവിടെയുള്ള തൊഴിലാളികളോട് യാദൃച്ഛികമായിട്ട് ക്രൂഡ് ഓയിൽ ഇത് കണ്ടില്ലേ, അപ്പൊ ഈ ബ്രിട്ടീഷ് എഞ്ചിനീയർമാര് തൊഴിലാളികളോട് എന്ത് പറഞ്ഞു, ഡിഗ് ബോയി ഡിഗ് എന്ന് പറഞ്ഞു. എന്താണ് ഡിഗ് ബോയി ഡിഗ്? എന്താ ഡിഗ് പറഞ്ഞെന്താ, കുഴിക്കൂ അല്ലേ. ഡിഗ് പറഞ്ഞെന്താ, കുഴിക്കൂ കുട്ടി, കുഴിക്കൂ എന്ന് പറഞ്ഞു. മനസ്സിലായോ? അപ്പൊ ഡിഗ് ബോയി ഡിഗ്, കുഴിക്കൂ കുട്ടി എന്ന് പറഞ്ഞുകൊണ്ടിരുന്നു. മനസ്സിലായോ? അങ്ങനെ പറഞ്ഞതിൽ നിന്നാണ് ഈ സ്ഥലത്തിന് എന്ത് ചെയ്തത്, ദിഗ്ബോയ് എന്ന പേര് ലഭിച്ചത് എന്നാണ് അവിടെ നാട്ടിലൊക്കെ പ്രചാരത്തിലുള്ള ഒരു ഐതിഹ്യം എന്ന് പറയുന്നത് കേട്ടോ. ഇതിന്റെ പ്രത്യേകത, ഏഷ്യയിലെ ആദ്യത്തെ എണ്ണ ശുദ്ധീകരണശാല, ഏഷ്യയിലെ ആദ്യത്തെ എണ്ണ ശുദ്ധീകരണശാലയാണ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ലോകത്തിലെ തന്നെ ഏറ്റവും പഴയതും അതുപോലെ ഇപ്പോഴും പ്രവർത്തിക്കുന്നതുമായ എണ്ണ ശുദ്ധീകരണശാലകളിൽ ഒന്നാണ് ദിഗ്ബോയ് റിഫൈനറി എന്ന് പറയുന്നത് കേട്ടോ. ഏഷ്യയിലെ ആദ്യത്തെ എണ്ണ ശുദ്ധീകരണശാല, ലോകത്തിലെ തന്നെ ഏറ്റവും പഴയതും ഇപ്പോഴും പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നതുമായ ഇതാണ്. ഇത് അസമിലാണ്. ദിഗ്ബോയ് എവിടെയാണ്? അസം സംസ്ഥാനത്തിലാണ്. 1901 കേട്ടോ. ഇത് അസം ഓയിൽ കമ്പനി 1901 എന്ത് ചെയ്യുന്നത്, ദിഗ്ബോയ് ഇവിടെ സ്ഥാപിക്കുന്നത്. അതുപോലെ തന്നെ ഇന്ത്യയിൽ ആദ്യമായിട്ട് വാണിജ്യ അടിസ്ഥാനത്തിൽ എണ്ണ കണ്ടെത്തിയതും എവിടെയാണ്? എവിടെയാണെന്നറിയോ? അസമിലെ തിൻസുകിയ ജില്ലയിലാണ് കേട്ടോ. അസമിലെ തിൻസുകിയ. അപ്പൊ നമ്മുടെ കേരളത്തിൽ 14 ജില്ലയുണ്ട്. കേരളത്തിൽ എവിടെയെന്ന് നമ്മൾ പഠിക്കാമല്ലോ. ഇപ്പൊ പത്തനംതിട്ടയിലാണ്, കൊല്ലത്തിലാണ് എന്നൊക്കെ പഠിക്കാമല്ലോ. അതുപോലെ അസമിലെ തിൻസുകിയ ജില്ലയിലാണ് എന്ത് ചെയ്യുന്നത്, ഈ ദിഗ്ബോയ് സ്ഥിതി ചെയ്യുന്നത് കേട്ടോ. ഓക്കെ ആയല്ലോ അല്ലെ. 1901 അസമിലെ തിൻസുകിയ ജില്ലയിലെ ഏഷ്യയിലെ ആദ്യത്തെ എണ്ണ ശുദ്ധീകരണശാല, ലോകത്തിലെ പഴയതും ഇപ്പോഴും പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നതുമായ റിഫൈനറിയാണ്. അതേപോലെ 19-ാം നൂറ്റാണ്ടിലാണ് ബ്രിട്ടീഷ് എഞ്ചിനീയർമാര് റെയിൽവേ ട്രാക്ക് നിർമ്മിക്കുന്നതിനിടയിലാണ് യാദൃച്ഛികമായിട്ട് ക്രൂഡ് ഓയിലിന്റെ സാന്നിധ്യം അവിടെ കണ്ടെത്തുകയും തൊഴിലാളികളോട് ഡിഗ് ബോയി കുഴിക്കു കുട്ടി എന്ന് പറഞ്ഞ് അങ്ങനെ ആ പേര് അവിടെ വരികയാണ് ചെയ്യുന്നത്. വാണിജ്യാടിസ്ഥാനത്തില് ഇന്ത്യയിൽ തന്നെ ആദ്യമായിട്ട് വാണിജ്യാടിസ്ഥാനത്തിൽ എണ്ണ കണ്ടെത്തിയതും എവിടെ തന്നെയാണ്? ദിഗ്ബോയിലാണ്. സെറ്റാണല്ലോ. പഞ്ചപ്രയാഗ് സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? ഉത്തരാഖണ്ഡ് ഹിമാലയത്തിലാണ് പഞ്ചപ്രയാഗ് സ്ഥിതി ചെയ്യുന്നത്. ഇവിടെ ഒന്ന് പറയുന്ന കാര്യങ്ങൾ ഒന്ന് ശ്രദ്ധിക്കണടാ. നമ്മുടെ ഇന്ത്യയില് ഉത്തരാഖണ്ഡ് സംസ്ഥാനത്തില് ശ്രദ്ധിക്കണേ, നമ്മുടെ ഇന്ത്യയില് ഉത്തരാഖണ്ഡ് സംസ്ഥാനത്തില്
അളകനന്ദ നദിയുമായി, ഏത് നദിയാണ്? അളകനന്ദ നദിയുമായിട്ട് എന്ത് ചെയ്യുന്നുണ്ട്? ഒരു 5 പ്രധാനപ്പെട്ട നദികൾ വന്നു ചേരുന്നുണ്ട്. ഇന്ത്യയിലെ ഉത്തരാഖണ്ഡ് സംസ്ഥാനത്തിൽ അളകനന്ദ നദിയുമായിട്ട് 5 പ്രധാനപ്പെട്ട നദികൾ വന്നു ചേരുന്ന ഒരു പുണ്യപ്രസിദ്ധമായ 5 സംഗമ സ്ഥാനങ്ങൾ, ഈ 5 കൂടി സംഗമിക്കുമല്ലോ, ആ 5 സംഗമ സ്ഥാനങ്ങളെയാണ് പഞ്ചപ്രയാഗ് എന്ന് പറയുന്നത്. പഞ്ചം 5 അല്ലേ? മനസ്സിലായല്ലോ? അളകനന്ദ നദിയുമായിട്ട് ഒരു 5 പ്രധാന നദികൾ വന്നു ചേരുന്നുണ്ട്. ആ 5 പ്രധാന നദികൾ വന്നു ചേരുന്ന സ്ഥലത്തെയാണ് എന്ത് പറയുന്നത്? 5 സംഗമ സ്ഥാനങ്ങളാണ്, 5 നദികളും വന്ന് സംഗമിക്കുന്ന സ്ഥലത്തെയാണ് പഞ്ചപ്രയാഗ് എന്ന് പറയുന്നത്. ഈ പഞ്ചപ്രയാഗിൽ 5 പ്രയാഗാണ് അല്ലെ? 5 പ്രയാഗ് പറയുമ്പോൾ 5 നദികളാണ്. അതിൽ ഒന്നാമത്തേതാണ് വിഷ്ണുപ്രയാഗ്. ഏതാണ്? വിഷ്ണുപ്രയാഗ്. രണ്ടാമത്തത് ഏത് പ്രയാഗാണ്? നന്ദപ്രയാഗ്. മൂന്നാമത്തത് ഏതാണ്? കർണപ്രയാഗ്. 4 ഏതാണ്? രുദ്രപ്രയാഗ്. 5 ദേവപ്രയാഗ്. വിഷ്ണുപ്രയാഗ്, നന്ദപ്രയാഗ്, കർണപ്രയാഗ്, രുദ്രപ്രയാഗ്, ദേവപ്രയാഗ്. അങ്ങനെ ഈ 5 കൂടിയിട്ട് അളകനന്ദ നദിയുമായി ചേർന്ന് സംഗമിക്കുന്നു. അതിനെ പഞ്ചപ്രയാഗ് എന്ന് പറയുന്നു. ഇന്ത്യയില് യുറേനിയം നിക്ഷേപം കാണപ്പെടുന്നത് എവിടെയാണ്? യുറേനിയം നിക്ഷേപം കാണപ്പെടുന്നത് ധാർവാർ ശിലകളിലാണ്. ഇന്ത്യയിൽ യുറേനിയം നിക്ഷേപം കാണപ്പെടുന്നത് ധാർവാർ ശിലകളിലാണ്. എന്തിനാ യുറേനിയം എന്നത്? എന്തിനു വേണ്ടിയിട്ടാണ്? ആണവോർജ ഉൽപാദനത്തിനാണ് അല്ലെ? ആണവോർജ ഉൽപാദനം, അതായത് ന്യൂക്ലിയർ എനർജിക്ക് ഉപയോഗിക്കുന്ന വളരെയധികം വിലപ്പെട്ടതും അതുപോലെ തന്നെ പ്രകൃതിദത്തവുമായ ഒരു റേഡിയോ ആക്റ്റീവ് ലോഹമാണ് ഏത് എന്ന് പറയുന്നത്? യുറേനിയം എന്ന് പറയുന്നത് അല്ലെ? ആവർത്തന പട്ടികയിൽ എങ്ങനെയാണ്? പീരിയോഡിക് ടേബിൾ ചിഹ്നം എങ്ങനെയാണ്? യുറേനിയത്തിന്റെ U ആണ് അല്ലെ? യുറേനിയം എത്രാമത്തെയാണ്? അറ്റോമിക നമ്പർ എത്രയാണ്? 92 ആണ് അല്ലെ? 92 ആണ് യുറേനിയത്തെ കുറിച്ച് പറയുന്നത് അല്ലെ? അപ്പൊ ഇവിടെ ശ്രദ്ധിക്കണം. ഇനി നമുക്കറിയാം ഈ ആണവ നിലയങ്ങളിലൊക്കെ വൈദ്യുതി ഉൽപ്പാദിപ്പിക്കാനുള്ള പ്രധാന ഇന്ധനമായിട്ട്, പ്രധാന ഇന്ധനമായിട്ട് ഉപയോഗിക്കുന്നത് ഏതാണ്? യുറേനിയം ആണ് കേട്ടോ. അത് അവിടെ ഒന്ന് ശ്രദ്ധിക്കേണ്ടതുണ്ട്. പിന്നെ ഇന്ത്യയില് യുറേനിയം ഖനനത്തിന്റെ ചുമതല ആർക്കാണ്? അത് ഗവൺമെന്റിന്റെ ഉടമസ്ഥതയിലുള്ളതാണ് കേട്ടോ. ഇന്ത്യയിലെ യുറേനിയം ഖനനത്തിനുള്ള ഉടമസ്ഥത ആർക്ക്? സർക്കാർ ഉടമസ്ഥതയിലുള്ള സ്ഥാപനം ഏതാണ്? UCIL ആണ്. ഏതാണ്? UCIL. എന്താ UCIL? യുറേനിയം കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ ലിമിറ്റഡ്. യുറേനിയം കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ ലിമിറ്റഡ് സർക്കാരിന്റെ ഉടമസ്ഥതയിലുള്ളതാണ്. ഇന്ത്യയിലെ യുറേനിയം ഖനനത്തിന്റെ ചുമതല പൂർണ്ണമായും സർക്കാർ ഉടമസ്ഥതയിലുള്ള സ്ഥാപനമാണ് UCIL എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ജാദുഗുഡ. എന്താ ജാദുഗുഡയുടെ പ്രത്യേകത? ജാദുഗുഡ ജാർഖണ്ഡിലാണ്. ജാദുഗുഡ എവിടെയാണ്? ജാർഖണ്ഡിലാണ് കേട്ടോ. ജാർഖണ്ഡിലാണ് ജാദുഗുഡ സ്ഥിതി ചെയ്യുന്നത്. ഇത് ഇന്ത്യയിലെ ആദ്യത്തെ യുറേനിയം ഖനിയാണ്. ഇന്ത്യയിലെ ആദ്യത്തെ യുറേനിയം ഖനി ഏത് എന്ന് ചോദിച്ചാൽ ജാദുഗുഡയാണ്. ഇന്ത്യയിലെ ആദ്യത്തെ യുറേനിയം ഖനി ജാദുഗുഡയിലാണ്. എപ്പോഴാണ് വർഷം? 1967. അതുപോലെ തന്നെ തുമ്മലപ്പള്ളി യുറേനിയം ഖനി അതെവിടെയാണ്? തുമ്മലപ്പള്ളി ആന്ധ്രാപ്രദേശിലെ കടപ്പ ജില്ലയിലാണ്. തുമ്മലപ്പള്ളി യുറേനിയം ഖനി സ്ഥിതി ചെയ്യുന്നത്. ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ യുറേനിയം നിക്ഷേപങ്ങളിൽ ഒന്നാണ് കേട്ടോ. ഇത് ഇന്ത്യയിലെ ആദ്യത്തെ യുറേനിയം ഏതെന്ന് ചോദിച്ചാൽ ജാദുഗുഡ. എന്നാൽ ഇവിടെ ചോദ്യം ശ്രദ്ധിക്കണം. ലോകത്തിലെ ഇന്ത്യയിലല്ല, ലോകത്തിലെ തന്നെ വലിയ യുറേനിയം നിക്ഷേപം ഉള്ളത് എവിടെയാണ്? തുമ്മലപ്പള്ളി ആന്ധ്രാപ്രദേശിലാണ്. പിന്നെ അതിനു പുറമെ മേഘാലയയിലുണ്ട്, തെലങ്കാനയിലുണ്ട്, രാജസ്ഥാനിലൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്? യുറേനിയം നിക്ഷേപങ്ങൾ കണ്ടെത്തിയിട്ടുണ്ട് കേട്ടോ. അതൊക്കെ ഒന്ന് പഠിച്ചു വെക്കണം. അപ്പോ ജാദുഗുഡ ജാർഖണ്ഡിലാണ്. ഇന്ത്യയിലെ ആദ്യത്തെ യുറേനിയം ഖനിയാണ്. 1967. തുമ്മലപ്പള്ളി ആന്ധ്രാപ്രദേശിലാണ്.
ലോകത്തിലെ ഏറ്റവും വലിയ യുറേനിയം നിക്ഷേപം കാണപ്പെടുന്നത് തുമ്മലപ്പള്ളിയിലാണ്. ഇന്ത്യയിൽ യുറേനിയം നിക്ഷേപം കാണപ്പെടുന്നത് ഏത് ശിലകളിലാണ് എന്ന് ചോദിച്ചാൽ അത് ധാർവാർ ശിലകളിലാണ്. യുറേനിയത്തിന്റെ ചുമതലയുള്ള സർക്കാർ ഉടമസ്ഥയുള്ള സ്ഥാപനമാണ് UCIL എന്ന് പറയുന്നത്. നമ്മുടെ കെമിസ്ട്രിയിൽ പഠിക്കുകയാണെങ്കിൽ U ആണ് അതിന്റെ സിമ്പൽ എന്ന് പറയുന്നത്. അറ്റോമിക് നമ്പർ എത്രയാണ്? 92 ആണ്. ഇന്ത്യയിലെ വാതോർജ്ജ നിലയം തന്നിട്ടുള്ളതിൽ ഇന്ത്യയിലെ വാതോർജ്ജ നിലയം ഏതാണ്? ലംബയാണ് കേട്ടോ. ഇന്ത്യയിലെ വാതോർജ്ജ നിലയം ഏതാണ്? ലംബയാണ്. ഇതെവിടെയെന്നറിയോ? ഗുജറാത്തിലാണ് കേട്ടോ. ഇതെവിടെയാണ്? ഗുജറാത്തിലെ ദേവഭൂമിയായിട്ടുള്ള ദ്വാരക ജില്ലയിൽ കേട്ടോ. ഗുജറാത്തിലെ ദ്വാരക ജില്ലയിലുള്ള കല്യാൺപൂർ താലൂക്കിലാണ് കേട്ടോ. കല്യാൺപൂർ താലൂക്കിലാണ് എന്ത് ചെയ്യുന്നത്? അതായത് ലാംബ ഗ്രാമം കേട്ടോ. ലാംബ ഗ്രാമത്തിലാണ് ഈ വാതോർജ്ജ നിലയം സ്ഥിതി ചെയ്യുന്നത്. വാതോർജ്ജ നിലയം പറയുമ്പോൾ കാറ്റാടിപ്പാടമാണ് കേട്ടോ. കാറ്റാടിപ്പാടമാണ്. ഓക്കെ. അതായത് ഗുജറാത്ത് എന്ന് പറയുമ്പോൾ നമുക്കറിയാം പടിഞ്ഞാറൻ തീരപ്രദേശമാണ് അല്ലെ. ആ പടിഞ്ഞാറൻ തീരപ്രദേശത്ത് അറബിക്കടലിനോട് ചേർന്നിട്ട് കിടക്കുന്ന ലാംബ ഗ്രാമത്തിലാണ് ഇത് സ്ഥാപിച്ചിരിക്കുന്നത്. ഏഷ്യയിലെ തന്നെ ഇതിന്റെ പ്രത്യേകത എന്താന്ന് ചോദിച്ചാൽ ഏഷ്യയിലെ തന്നെ ഏറ്റവും വലിയ കാറ്റാടിപ്പാടങ്ങളിൽ ഒന്നാണ് ലാംബ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ലംബ എന്ന് പറയുന്നത് കേട്ടോ. അതായത് ഇതൊരു കാലത്ത് അങ്ങനെ കണക്കാക്കിപ്പെട്ടിട്ടുണ്ടായിരുന്നു. എന്താ ചോദിച്ചാൽ ഈ കടൽക്കാറ്റുണ്ടല്ലോ, നമ്മൾ പറഞ്ഞു ഗുജറാത്തിലെ പടിഞ്ഞാറൻ തീരപ്രദേശത്ത് അറബിക്കടലിന്റെ ഓരത്തായിട്ട് സ്ഥിതി ചെയ്യുന്നു എന്നൊക്കെ നമ്മൾ പറഞ്ഞു. ഈ കടൽക്കാറ്റിന്റെ ശക്തമായ സാന്നിധ്യം ഉള്ളത് കൊണ്ടാണ് ഈ പ്രദേശം എന്ത് ചെയ്തത്? ഇതിന് ഈ വാതോർജ്ജ നിലയമായിട്ട് അവിടെ ലംബ ഗ്രാമത്തിൽ അത് തിരഞ്ഞെടുക്കാനിടയുണ്ടായിട്ട് കടൽക്കാറ്റിന്റെ ശക്തമായ സാന്നിധ്യത്തിലുള്ളതാണ് കേട്ടോ. ഇതിന്റെ ആദ്യകാല ഘട്ടങ്ങൾ ഇതിന് വേറൊരു പേരുണ്ട് കേട്ടോ. ലംബ അതായത് ഇതിന് കറക്റ്റ് മറ്റൊരു പേര് ലാംബ ഡാനിഡ വിൻഡ് ഫാം എന്ന് ആദ്യകാലങ്ങളിൽ അറിയപ്പെടാറുണ്ട്. ഇന്ത്യയിലെ തന്നെ ആദ്യകാലങ്ങളിലെ പുനരുപയോഗ ഊർജ പദ്ധതികളിൽ ഒന്നാണ് ഇത് ഈ ലാംബ എന്ന് പറയുന്നത് കേട്ടോ. അവിടെ ഇത്രയും കാര്യങ്ങൾ ലാംബയെ കുറിച്ചിട്ട് പഠിച്ചു വെക്കണം. സെറ്റാണല്ലോ. ഹിമാലയത്തിലെ ലവണജല തടാകം ഏതാന്ന് ചോദിച്ചാൽ അത് രാഗാസ് ആണ്. ഹിമാലയത്തിലെയാണ്. രാഗാസിന്റെ പ്രത്യേകത എന്താ ചോദിച്ചാൽ ടിബറ്റിലെ മാനസ സരോവർ തടാകത്തിന് തൊട്ടടുത്തായിട്ട് സ്ഥിതി ചെയ്യുന്ന, ഹിമാലയൻ മേഖലയിലായിട്ട് സ്ഥിതി ചെയ്യുന്ന ഒരു ഉപ്പുജല തടാകമാണ് രാഗാസ് എന്ന് പറയുന്നത്. ടിബറ്റിലെ മാനസ സരോവർ തടാകത്തിനടുത്തായിട്ട് ഹിമാലയത്തിൻ മേഖലയിൽ സ്ഥിതി ചെയ്യുന്ന ഉപ്പുജല തടാകമാണ് രാഗാസ് എന്ന് പറയുന്നത്. ഇനി ലോണാർ അടുത്ത ഓപ്ഷൻ നോക്കിക്കേ. ലോണാർ തടാകത്തിന്റെ പ്രത്യേകത എന്താണ്? മഹാരാഷ്ട്രയിലാണ് കേട്ടോ. മഹാരാഷ്ട്രയിൽ സ്ഥിതി ചെയ്യുന്ന ലവണജല തടാകമാണ് ലോണാർ. പക്ഷെ അത് എന്താണ്? ഹിമാലയത്തിൽ അല്ല. ഓക്കെ. ഇവിടെ ചോദ്യം എന്താണ്? ഹിമാലയത്തിലെ എന്നാണ് ചോദിച്ചത്. ഇത് ഹിമാലയത്തിലാണ്. ഓക്കെ. ഹിമാലയത്തിന്റെ ഭാഗമാണ്. ഓക്കെ. ഇനി ഇത് ഹിമാലയത്തിന്റെ ഭാഗമല്ല. ലോണാർ മഹാരാഷ്ട്രയിലാണ്. അടുത്തത് ദാലും അതുപോലെ തന്നെ ബൂളാറും. ദാൽ തടാകവും ബൂളാർ തടാകവും. ഓപ്ഷൻ നോക്കണേടാ. ദാലും എന്താണ്? അത് ജമ്മു ആൻഡ് കാശ്മീരിലാണ്. ജമ്മു ആൻഡ് കാശ്മീരിൽ സ്ഥിതി ചെയ്യുന്ന ഒരു ശുദ്ധജല തടാകമാണ് കേട്ടോ. ഇത് ഓരോന്നും പഠിക്കുമ്പോൾ പറഞ്ഞു തരുമ്പോൾ ശ്രദ്ധിക്കണേ. ജമ്മു ആൻഡ് കാശ്മീരിൽ സ്ഥിതി ചെയ്യുന്ന ശുദ്ധജല തടാകമാണ് ഏതെന്ന് പറയുന്നത്? ദാലും ബൂളാറും. എന്നാൽ ലോണാർ ലവണജല തടാകം തന്നെയാണ്. തടാകം തന്നെയാണ്. പക്ഷെ അത് ഹിമാലയത്തിന്റെ ഭാഗത്തല്ല സ്ഥിതി ചെയ്യുന്നത്. മൊളാസിസ് തടം എന്നറിയപ്പെടുന്ന ഇന്ത്യയിലെ സംസ്ഥാനം ഏതാണ്? മിസോറാമാണ് മൊളാസിസ് തടം എന്നറിയപ്പെടുന്നത്. നമ്മുടെ ജോഗ്രഫിയില് നമ്മുടെ ഇന്ത്യയിലെ മിസോറാം സംസ്ഥാനമാണ് എന്തറിയപ്പെടുന്നത്? മൊളാസിസ് തടം എന്ന് അറിയപ്പെടുന്നത് അല്ലെ. മൊളാസിസ് ബേസിൻ എന്ന് പറയുന്നത്. അതായത് അത് എന്താണ് ഈ മൊളാസിസ് എന്ന് അറിയപ്പെടാൻ കാരണം ചോദിച്ചാൽ കട്ടി കുറഞ്ഞതും, ശ്രദ്ധിക്കണേ, കട്ടി കുറഞ്ഞതും
ഉറപ്പില്ലാത്തത്, കട്ടി കുറഞ്ഞു അതുകൊണ്ട് ഉറപ്പില്ലാത്തത്, അതുപോലെ ഉറപ്പില്ലാത്തതുമായ അവശിഷ്ട മണ്ണ് കേട്ടോ. അവിടുത്തെ മണ്ണിന്റെ പ്രത്യേകത എന്താണ്? കട്ടി കുറഞ്ഞതും ഉറപ്പില്ലാത്തതുമായ അവശിഷ്ട മണ്ണും അതുപോലെ തന്നെ പാറകളും കൊണ്ട് രൂപപ്പെട്ട പ്രദേശമായതുകൊണ്ടാണ് മിസോറാമിന് ഈ പേര് ലഭിച്ചത്. മിസോറാമിന് മൊളാസിസ് തടം എന്ന പേര് ലഭിക്കാൻ കാരണം എന്താണ്? അവിടെ കട്ടി കുറഞ്ഞതും ഉറപ്പില്ലാത്തതും ആയ അവശിഷ്ട മണ്ണുകളും പാറകളും കൊണ്ടാണ് രൂപപ്പെട്ട പ്രദേശമാണ് മിസോറാം. അതുകൊണ്ടാണ് മിസോറാമിന് ആ പേര് ലഭിച്ചത്. മനസ്സിലായോ? ഇനി അതേപോലെ തന്നെ ഈ മിസോറാമിന്റെ ഭൂപ്രകൃതി എങ്ങനെയാണ്? മലനിരകൾ കൊണ്ട് നിറഞ്ഞതാണ് കേട്ടോ. മിസോറാമിന്റെ ഭൂപ്രകൃതി എന്ന് പറയുന്നത് മലനിരകൾ കൊണ്ട് നിറഞ്ഞതാണ്. അതുകൊണ്ട് അവിടെ ധാരാളം എന്ത് കാണപ്പെടും? ഫോർലാൻഡ് തടങ്ങൾ കാണപ്പെടും. മലനിരകൾ കൊണ്ട് നിറഞ്ഞത് കൊണ്ട് ഫോർലാൻഡ് തടങ്ങൾ എന്താണ് അവിടെ കാണപ്പെടുന്നുണ്ട്. മനസ്സിലായല്ലോ? അതേപോലെ തന്നെ ഈ പ്രദേശത്തെ മണ്ണ്, മിസോറാം പ്രദേശത്തെ മണ്ണ് എന്ന് പറയുന്നത് എങ്ങനെയാണ്? മണ്ണ്, അതുപോലെ തന്നെ കളിമണ്ണുകള്, കളിമണ്ണ്, മണൽക്കല്ല്, കളിമണ്ണ്, മണൽക്കല്ല്, ഇതൊക്കെ എങ്ങനെയാണ്? ഒട്ടിപ്പിടിക്കുന്ന, മനസ്സിലായോ? ഒട്ടിപ്പിടിക്കുന്ന മൊളാസസ് പോലെ, ഒട്ടിപ്പിടിക്കുന്ന മൊളാസസ് എന്ന് പറഞ്ഞാൽ കരിമ്പിന്റെ പാവില്ലേ, കരിമ്പ് പാവ്, ഇതൊക്കെ മൊളാസസ് എന്ന് പറഞ്ഞാൽ എന്താണ്? കരിമ്പ് പാവ് പോലെ മൃദുവായ ഘടനയുള്ളത് കൊണ്ടാണ് ഇതിന് മൊളാസിസ് തടാകം. മൊളാസിസ് എന്ന് പറഞ്ഞാൽ ഒട്ടിപ്പിടിക്കുന്ന കരിമ്പ് പാവ്. മൊളാസിസ് കരിമ്പ് പാവാണ്. മൊളാസിസ് എന്ന് പറഞ്ഞാൽ ഒട്ടിപ്പിടിക്കുന്ന, അവിടെയുള്ള മണ്ണിനങ്ങൾ, മിസോറാമിലെ മണ്ണുകളാണെങ്കിലും കളിമണ്ണുകളാണെങ്കിലും മണൽക്കല്ലുകളാണെങ്കിലും ഒട്ടിപ്പിടിക്കുന്ന മൊളാസിസ് പോലെ മൃദുവായ ഘടനയുള്ളത് കൊണ്ടാണ് മിസോറാമിന് മൊളാസിസ് തടം എന്ന പേര് വന്നത്. ഇന്ത്യയിലെ ഏറ്റവും വലിയ തുരങ്ക റെയിൽപാത ഏതാണ്? പീർപ്പാഞ്ചൽ പാതയാണ് ഏറ്റവും വലിയ തുരങ്ക റെയിൽപാത എന്ന് പറയുന്നത്. എവിടെയാണ് പീർപ്പാഞ്ചൽ പാത? ജമ്മു ആൻഡ് കാശ്മീരിലാണ് കേട്ടോ. ജമ്മു ആൻഡ് കാശ്മീരിലാണ്. ഇതിന്റെ നീളം എത്രയെന്ന് ചോദിച്ചാൽ 11.215 കിലോമീറ്റർ ആണ്. 11.215 കിലോമീറ്റർ ആണ് പീർപ്പാഞ്ചൽ പാത. ജമ്മു ആൻഡ് കാശ്മീരിലാണ്. ഇത് ബനിഹാൾ ചുരത്തിനെയും, ബനിഹാൾ കേട്ടിട്ടുണ്ടല്ലോ അല്ലെ? ബനിഹാൾ ചുരത്തിനെയും കാസിഗുണ്ടിനെയും തമ്മിൽ ബന്ധിപ്പിക്കുന്നു. കാസിഗുണ്ട് കേട്ടോ. കാസിഗുണ്ടിനെയും തമ്മിൽ ബന്ധിപ്പിക്കുന്നു. അവിടെ ഒന്ന് ശ്രദ്ധിച്ചു വെക്കണേ. പീർപ്പാഞ്ചൽ പാത ഇന്ത്യയിലെ ഏറ്റവും നീളമേറിയ തുരങ്ക പാതയാണ്. ജമ്മു കാശ്മീരിലാണ്. 11.215 കിലോമീറ്റർ ആണ്. ബനിഹാൾ ചുരത്തിനെയും കാസിഗുണ്ടിനെയും തമ്മിലാണ് ബന്ധിപ്പിക്കുന്നത്. ഓക്കെ. ചലം നദി വക്രവലയങ്ങൾ രൂപപ്പെടുത്തുന്നതിന് കാരണമായി ഭവിച്ച തടാകം ഏതാണ്? ഭവിച്ച തടാകം വൂളാർ തടാകമാണ്. വൂളാർ തടാകത്തിന്റെ പ്രത്യേകത എന്താണ്? വൂളാർ തടാകത്തിന്റെ പ്രത്യേകത ഇത് ഇന്ത്യയിലെ, ശ്രദ്ധിക്കണം കേട്ടോ, ഇന്ത്യയിലെ ഏറ്റവും വലിയ ശുദ്ധജല തടാകമാണ്. ഇന്ത്യയിലെ ഏറ്റവും വലിയ ശുദ്ധജല തടാകം ഏതെന്ന് ചോദിച്ചാൽ അത് വൂളാർ തടാകമാണ്. ഇത് ജമ്മു കാശ്മീരിലെ ബാണ്ടിപ്പൂർ ജില്ലയിലാണ് കേട്ടോ. ജമ്മു കാശ്മീരിലെ ബാണ്ടിപ്പൂർ ജില്ലയിലാണ് എന്ത് ചെയ്യുന്നത്? ഇത് സ്ഥിതി ചെയ്യുന്നത്. ഏഷ്യയിലെ തന്നെ ഏറ്റവും വലിയ ശുദ്ധജല തടാകങ്ങളിൽ ഒന്നാണ്. ഏഷ്യയിലെ തന്നെ, ഇന്ത്യയിലെ ഏറ്റവും വലിയ ശുദ്ധജല തടാകം അല്ലെങ്കിൽ ഏഷ്യയിലെ തന്നെ ഏറ്റവും വലിയ ശുദ്ധജല തടാകം ചോദിച്ചാലും വൂളാറാണ്. ജമ്മു കാശ്മീരിലെ ബാണ്ടിപ്പൂർ ജില്ലയിലാണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. ഇത് കാശ്മീർ താഴ്വരയുടെ പാരിസ്ഥിതിക സമതുലിതാവസ്ഥ നിലനിർത്തുന്നതിൽ പ്രധാനപ്പെട്ട പങ്ക് വഹിക്കുന്നുണ്ട്. പിന്നെ ഇതിൽ ജലസ്രോതസ് എന്ന് പറയുമ്പോൾ വൂളാർ തടാകത്തിലേക്ക് പ്രധാനമായിട്ടും വെള്ളം എത്തുന്നത് ഏതിൽ നിന്നാണ്? ചലം നദിയിൽ നിന്നാണ് അല്ലേ? വൂളാർ തടാകത്തിലേക്ക് പ്രധാനമായും വെള്ളം എത്തുന്നത് ചലം നദിയിൽ നിന്നാണ്. ചലം നദിയിൽ നിന്ന് മാത്രമല്ല മധുമതി, അതുപോലെ
എന്താണ് മധുമതി, അരിൻ എന്നീ അരുവികളും എന്ത് ചെയ്യാറുണ്ട്, ഇതിലേക്ക് ഒഴുകി എത്താറുണ്ട്. ഇതൊക്കെ തടാകങ്ങളാണ് കേട്ടോ. അതായത് തടാകങ്ങൾ അല്ലെങ്കിൽ അരുവി എന്നൊക്കെ പറയാം കേട്ടോ. ചലം നദി, ഓക്കെ, ചലം നദിയിൽ നിന്ന് ആണ് വൂളാർ തടാകത്തിലേക്ക് ജലം ഒഴുകിയെത്തുന്നത്. പിന്നെ മധുമതി അല്ലെങ്കിൽ മധുമതി അതുപോലെ തന്നെ അരിൻ എന്നിവ എന്താണ് അരുവികളാണ് കേട്ടോ. ആ അരുവികളിലേക്ക് എന്ത് ചെയ്യാറുണ്ട്, വെള്ളം എത്താറുണ്ട്. ഇവിടെ നിന്നും വെള്ളം എത്താറുണ്ട്. ഇത് രൂപം കൊണ്ടിരിക്കുന്നത് ഭൂഗർഭ ഫലകങ്ങളുടെ ചലനം മൂലമാണ്. ഭൂഗർഭ ഫലകങ്ങളുടെ ചലനം, അതായത് നമ്മൾ ടെക്ടോണിക് ഫലകങ്ങൾ എന്നൊക്കെ പറയാറില്ലേ, ആ ഭൂഗർഭ ഫലങ്ങളുടെ ചലനം മൂലമാണ് ഈ തടാകതടം എന്ത് ചെയ്തിരിക്കുന്നത്, രൂപപ്പെട്ടിരിക്കുന്നത്. ഇതിന്റെ വിസ്തൃതി, അതായത് ഓരോരോ കാലങ്ങൾ കഴിയുന്തോറും ഇതിന്റെ വിസ്തൃതിയിൽ എന്ത് ചെയ്യും, മാറ്റങ്ങൾ സംഭവിക്കും. ഏകദേശം 30 മുതൽ 260 ചതുരശ്ര കിലോമീറ്റർ വരെ പ്രദേശത്ത് ഇത് വ്യാപിച്ച് കിടക്കുന്നുണ്ട്. അതുപോലെ തന്നെ 1990 എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു, ഇതിനെ റംസാർ സൈറ്റുകളുടെ പട്ടികയിൽ ഉൾപ്പെടുത്തുകയും ചെയ്തു. റംസാർ സൈറ്റിൽ എന്ത് ചെയ്തു, ഈ വൂളാർ തടാകം ഉൾപ്പെട്ടിട്ടുണ്ടായിരുന്നു 1990. അതുപോലെ തന്നെ ഈ വിനോദ സഞ്ചാരത്തിനും ഉപജീവന മാർഗങ്ങൾക്കും പക്ഷി സങ്കേതങ്ങളും ഒക്കെ എന്ത് ചെയ്യാറുണ്ട്, ഇവിടെ കാണാറുണ്ട് കേട്ടോ. ഇന്ത്യയിലെ ഏറ്റവും വലിയ ശുദ്ധജല തടാകമാണ്, അല്ലെങ്കിൽ ഏഷ്യയിലെ ഏറ്റവും വലിയ ശുദ്ധജല തടാകമാണ് ജമ്മു ആൻഡ് കാശ്മീരിലെ ബാൻഡിപൂർ ജില്ലയിലാണ്. ചലം നദിയിൽ നിന്നാണ് ഇവിടേക്ക് വെള്ളം ഒഴുകിയെത്തുന്നത്. അതുപോലെ തന്നെ മധുമതി, അരിൻ എന്നീ അരുവികളിൽ നിന്നും വെള്ളം എത്താറുണ്ട്. ഭൂഗർഭ ഫലകങ്ങളുടെ ചലനം വഴിയാണ് ഇതെന്ത് ചെയ്തിരിക്കുന്നത്, രൂപപ്പെട്ടിരിക്കുന്നത്. 30 മുതൽ 260 ചതുരശ്ര കിലോമീറ്റർ വരെ എന്ത് ചെയ്യുന്നുണ്ട്, ഇതിന് വ്യാപ്തിയുണ്ട്. 1990 റംസാർ സൈറ്റിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് കേട്ടോ. സമാധാനത്തിന്റെ പാലം എന്നറിയപ്പെടുന്നത് അമാൻ സേതു ആണ് കേട്ടോ. അടൽ സേതു അല്ല, അമാൻ സേതുവാണ് സമാധാനത്തിന്റെ പാലം എന്നറിയപ്പെടുന്നത്. ഇന്ത്യയുടെയും, ശ്രദ്ധിക്കണേ ഓരോ കാര്യങ്ങൾ പറയുമ്പോഴും സെറ്റാക്കണം. ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള സൗഹൃദം ആൻഡ് സമാധാനം, ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള സൗഹൃദത്തിന്റെയും സമാധാനത്തിന്റെയും പ്രതീകമായിട്ട് അറിയപ്പെടുന്നത് അമാൻ സേതു ആണ് കേട്ടോ. അമാൻ സേതു അഥവാ സമാധാനത്തിന്റെ പാലം എന്നാണ്. ജമ്മു ആൻഡ് കാശ്മീരിലാണ് കേട്ടോ. ജമ്മു ആൻഡ് കാശ്മീരിലെ ബാരാമുള്ള ജില്ലയിലെ ഉറി സെക്ടറിലാണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. ഓക്കെ ആണോ? അതേപോലെ നമ്മുടെ ഇന്ത്യയും പാകിസ്ഥാൻ നിയന്ത്രിത കാശ്മീർ, നമുക്കറിയാം പാകിസ്ഥാൻ ഒക്കുപ്പൈഡ് ഇന്ത്യയും പാകിസ്ഥാൻ നിയന്ത്രിത കാശ്മീർ, പാക് ഒക്കുപ്പൈഡ് കാശ്മീർ അല്ലേ, അവയെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന നിയന്ത്രണ രേഖയാണ് ഏത്, LOC എന്ന് പറയുന്നത് അല്ലേ. അതിന്റെ അവസാന പോയിന്റ് ആണ് ഏത്, അമാൻ സേതു എന്ന് പറയുന്നത്. അതായത് പാക് ഒക്കുപ്പൈഡ് കാശ്മീരിനെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന നിയന്ത്രണ രേഖയാണ് LOC എന്ന് പറയുന്നത് അല്ലേ. ഈ LOCയിലെ അവസാന പോയിന്റ് ആണ് ഏത്, അമാൻ സേതു എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ എന്തൊക്കെയാ പഠിച്ചത്, ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള സൗഹൃദത്തിന്റെയും സമാധാനത്തിന്റെയും പ്രതീകമായിട്ട് കാണപ്പെടുന്നത് അമാൻ സേതു അഥവാ സമാധാനത്തിന്റെ പാലം എന്നാണ്. ജമ്മു കാശ്മീരിലെ ബാരാമുള്ള ജില്ലയിലെ ഉറി സെക്ടറിലാണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. ഇന്ത്യയും പാകിസ്ഥാനും നിയന്ത്രണ കാശ്മീരിനെയും അല്ലെ, ഇന്ത്യയെയും അതുപോലെ തന്നെ പാകിസ്ഥാൻ നിയന്ത്രിത കാശ്മീർ അതായത് പാക് ഒക്കുപ്പൈഡ് കാശ്മീരിനെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന നിയന്ത്രണ രേഖ ഏതാണ്, LOC. അതിന്റെ അവസാന പോയിന്റ് ആണിത്. ഓക്കെ. അതുപോലെ തന്നെ കാശ്മീരിലെ ഉറി ഉണ്ടല്ലോ, ഉറിയെ പാകിസ്ഥാൻ നിയന്ത്രിത കാശ്മീരിലെ ചകോതിയുമായിട്ട് ഈ പാലം ബന്ധിപ്പിക്കുന്നു. ഉറി പാലം കേട്ടിട്ടില്ലേ, കാശ്മീരിലെ ഉറി. ഓക്കെ, മനസ്സിലായോ? ഇനി പാക് ഒക്കുപ്പൈഡ് കാശ്മീരിലെ ചകോതി.
ഓക്കെ, അതിനെ തമ്മിൽ ഈ പാലം ബന്ധിപ്പിക്കുന്നുണ്ട്. അതാണ് അവിടെ പറയുന്നത് സമാധാനത്തിന്റെയും സൗഹൃദത്തിന്റെയും എന്ന് പറയുന്നത്. ഈ പാലം നിർമ്മിച്ചിരിക്കുന്നത് എവിടെയാണ്? ഝലം നദിക്ക് കുറുകെയാണ്. ഈ പാലം നിർമ്മിച്ചിരിക്കുന്നത് ഝലം നദിക്ക് കുറുകെയാണ്. 1947 നമുക്കറിയാം വിഭജനം നടന്നു അല്ലെ. 47 വിഭജനത്തിന് ശേഷം ഇരുവശത്തുമായിട്ട് എന്ത് ചെയ്തു? ഒറ്റപ്പെട്ടു പോയി അല്ലെ. അതായത് ഒന്നായിട്ട് കൂടിയിരുന്ന ജനങ്ങളാണ് 1947 ഇന്ത്യ പാകിസ്ഥാനും വിഭജിച്ചതിനെ തുറന്നിട്ട്, അതായത് ഇവിടെയുള്ളവർ അവിടെയും പോയി, അവിടെയുള്ളവർ ഇങ്ങോട്ടും വന്നു, രണ്ടുപേരും എന്തായി? അപ്പുറത്തും ഇപ്പുറത്തുമായില്ലേ, ഇരുവശത്തുമായില്ലേ. ആ ഒറ്റപ്പെട്ട കുടുംബങ്ങൾക്ക് പരസ്പരം കാണാൻ വേണ്ടിയിട്ട് 2005 എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു? 2005 ഒരു ശ്രീനഗർ മുസാഫറാബാദ് ബസ് സർവീസ് ഈ പാലത്തിലൂടെയാണ് കടന്നുപോയത് കേട്ടോ. ആ ഇന്ത്യ പാക് വിഭജനത്തെ തീർന്നിട്ട് ഇരുവശത്തുമായിട്ടുള്ളവര് എന്ത് ചെയ്തു? ഒറ്റപ്പെട്ടു പോയി ഇല്ലേ. അവരുടെ കൂടെയുള്ള ഒക്കെ ഒറ്റപ്പെട്ടു പോയി. ആ ഒറ്റപ്പെട്ടവര് തമ്മിൽ വീണ്ടും കാണാൻ വേണ്ടിയിട്ട്, പരസ്പരം കാണുന്നതിനായിട്ട് 2005 രൂപീകരിച്ചതാണ് ഏത്? ശ്രീനഗർ മുസാഫാദ് ശ്രീനഗർ ശ്രീനഗർ മുസാഫറാബാദ് കേട്ടോ. ശ്രീനഗർ മുസാഫറാബാദ് എന്താണത്? ഒരു ബസ് സർവീസ് ആണ് കേട്ടോ. ബസ് സർവീസ് എന്ത് ചെയ്തു? ഈ പാലത്തിലൂടെ കടന്നു പോയിരുന്നത്. ഇന്ത്യ പാക് വിഭജന ശേഷം രണ്ട് ഭാഗത്തിലേക്കല്ലേ, രണ്ട് സൈഡിലേക്കായില്ലേ ആൾക്കാര്. അപ്പൊ ആ ഇരുവശത്തുമായിട്ടുള്ള ഒറ്റപ്പെട്ടുപോയ കുടുംബങ്ങൾക്ക് പരസ്പരം കാണാൻ വേണ്ടിയിട്ട് 2005 ആരംഭിച്ച ശ്രീനഗർ മുസാഫറാബാദ് ബസ് സർവീസ് ഏത് പാലത്തിലൂടെയാണ്? അമാൻ സേതു പാലത്തിലൂടെയാണ് കടന്നു പോകുന്നത്. അതുപോലെ തന്നെ നമ്മുടെ ഇന്ത്യൻ സൈന്യം അറിയാം അല്ലെ. ആ ഇന്ത്യൻ സൈന്യത്തിന്റെ തന്ത്രപ്രധാനമായിട്ടുള്ള ഒന്നാണ് ഏത്? കമാൻഡ് പോസ്റ്റ് എന്ന് അറിയപ്പെടുന്നത് അല്ലെ. ആ കമാൻഡ് പോസ്റ്റ് ഈ പാലത്തിന് സമീപത്താണ് സ്ഥിതി ചെയ്യുന്നത്. കമാൻഡ് പോസ്റ്റ് കേട്ടോ. കമാൻഡ് പോസ്റ്റ് സ്ഥിതി ചെയ്യുന്നത് എവിടെ എന്ന് ചോദിച്ചാൽ കമാൻഡ് പോസ്റ്റ് സ്ഥിതി ചെയ്യുന്നതും എവിടെയാണ്? അമാൻ സേതു പാലത്തിലാണ്. ഓക്കെ, ഇനി തെറ്റിക്കാൻ പാടില്ല കേട്ടോ. പക്ഷേ ഇപ്പൊ ഇവിടെ നമുക്ക് ഒരു കാര്യം ചെയ്യാം, ഒന്നും കൂടിയിട്ട് ഒന്ന് റിവിഷൻ ചെയ്യാം കേട്ടോ. ഇന്ത്യയും പാകിസ്ഥാനെയും തമ്മിൽ എന്താണ്? അവരുടെ സൗഹൃദങ്ങളും സമാധാനവും ഒക്കെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് അല്ലെ, അതിന്റെ ഒക്കെ പ്രതീകമായിട്ട് അറിയപ്പെടുന്ന പാലമാണ് അമാൻ സേതു അഥവാ സമാധാനത്തിന്റെ പാലം എന്ന് അറിയപ്പെടുന്നത്. ജമ്മു ആൻഡ് കാശ്മീരിലെ ബാരാമുള്ള ജില്ലയിലെ ഉറി സെക്ടറിലാണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. പാക് ഒക്കുപൈഡ് കാശ്മീരിനെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന നിയന്ത്രണ രേഖയിലെ അവസാനത്തെ പോയിന്റ് ആണ് അമാൻ സേതു എന്ന് പറയുന്നത്. അതേപോലെ തന്നെ ഝലം നദിക്ക് കുറുകെയാണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. 1947 ഇന്ത്യ വിഭജനത്തിന് ശേഷം ഇരുവശത്തുമായി ഒറ്റപ്പെട്ടുപോയ കുടുംബങ്ങൾക്ക് പരസ്പരം കാണാനായിട്ട് 2005 ശ്രീനഗർ മുസാഫറാബാദ് ബസ് സർവീസ് ഈ പാലത്തിലൂടെയാണ് കടന്നുപോയത്. അതുപോലെ തന്നെ ഇന്ത്യൻ സൈന്യത്തിന്റെ തന്ത്രപ്രധാനമായ കമാൻഡ് പോസ്റ്റ് സ്ഥിതി ചെയ്യുന്നത് ഈ പാലത്തിന് സമീപത്താണ്. എന്നാൽ 2019 നമുക്കറിയാം എന്താണ് 2019 ഉണ്ടായത്? പുൽവാമ ഭീകരാക്രമണം നടന്നു അല്ലെ. പുൽവാമ ഭീകരാക്രമണത്തെ തുടർന്നിട്ട് ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധം എന്ത് ചെയ്തു? ഭയങ്കര അധികം പ്രശ്നമായി അല്ലെ. ഈ പുൽവാമ ഭീകരാക്രമണത്തെ തുടർന്നിട്ട് നമ്മുടെ ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള പ്രശ്നം എന്താണ്? അത് ഭയങ്കര ബന്ധം വളരെയധികം വഷളായിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് ഈ പാലത്തിലൂടെയുള്ള ബസ് സർവീസ് എന്ത് ചെയ്തു? താൽക്കാലികമായിട്ട് നിർത്തിവെച്ചു കേട്ടോ. അതേപോലെ തന്നെ ഈ കമാൻഡ് പോസ്റ്റ് ഉണ്ടല്ലോ, ഈ കമാൻഡ് പോസ്റ്റും അമാൻ സേതു ഒക്കെ ഇപ്പൊ എന്താണ്? സന്ദർശകരൊക്കെ ആയിട്ട് ഇപ്പൊ തുറന്നു കിടത്തിട്ടുണ്ട്. അതായത് ഒരു ടൂറിസ്റ്റ് കേന്ദ്രം പോലെ അല്ല. അതിർത്തികളിലൊക്കെ കാഴ്ചകൾ കാണാനും ചിത്രങ്ങളൊക്കെ പകർത്താനും ധാരാളം വിനോദസഞ്ചാരികൾ എന്ത് ചെയ്യുന്നുണ്ട്? ഇപ്പോൾ അവിടെ എത്തുന്നുണ്ട് കേട്ടോ. ഇത്രയും കാര്യങ്ങളാണ് അമാൻ സേതുവിനെ കുറിച്ചിട്ട് പഠിക്കാനുള്ളത്.
ഓക്കെ, നമ്മൾ ഇന്ന് ഒരു 10 ക്വസ്റ്റ്യൻ കൂടിയിട്ട് വീണ്ടും പഠിച്ചു കഴിഞ്ഞു അല്ലെ, 20 ക്വസ്റ്റ്യൻ പഠിച്ചു കഴിഞ്ഞു. ഓക്കെ, നമുക്ക് നാളെ മുതലൊക്കെ 2 ക്ലാസ് ഒക്കെ ആയിട്ട് സെറ്റ് ചെയ്യാം കേട്ടോ. അപ്പോൾ പിന്നെ നമ്മുടെ കൂട്ടുകാർ താഴെ കട്ട് ഓഫ് ഒക്കെ ചോദിച്ചു, ഇത്രയ്ക്ക് വന്ന ലിസ്റ്റ് എനിക്ക് കട്ട് ഓഫ് പറയാൻ അറിയില്ല കേട്ടോ. അതിനുള്ള ധൈര്യമൊന്നും എനിക്കില്ല. എങ്കിലും നമുക്ക് ഒരു അത്യാവശ്യം മാർക്കൊക്കെ ഉള്ളവരൊക്കെ എന്ത് ചെയ്യുക, നന്നായിട്ട് പ്രാക്ടീസ് ചെയ്യാം. ഇപ്പം തന്നെ തുടങ്ങിക്കുക, നാളേക്ക് എന്ന് പറഞ്ഞിട്ട് മാറ്റി വെക്കേണ്ട. അതുപോലെ തന്നെ എന്തെങ്കിലും സാഹചര്യങ്ങൾ കൊണ്ട് പഠിക്കാൻ കഴിയാതെയോ അല്ലെങ്കിൽ എന്തെങ്കിലും നെഗറ്റീവ് വന്നിട്ട് താഴേക്ക് പോയവരോ ഒക്കെ ഉണ്ടെങ്കിൽ BFA നല്ല എത്രത്തോളം നമ്മൾ ഡൗൺ ആയോ അതിനേക്കാൾ ശക്തി ആർജിച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യുക, തിരിച്ചു വരവ് നടത്തുക. BFA എക്സാം അടുത്തു, അതിന് സമയമില്ല ഇനി മുന്നിൽ. അതെന്തോ കുറച്ച് ഡേറ്റ് നീട്ടിയത് കൊണ്ട് കുറച്ച് രക്ഷപ്പെട്ടു. നമ്മൾ BFA ക്ലാസ്സുകൾ ഇംഗ്ലീഷും മലയാളവും ഒക്കെ ഞാൻ വ്യക്തമായിട്ട് എടുത്തു തരും. ഇംഗ്ലീഷും മലയാളവും GK നമ്മുടെ ക്ലാസ്സുകളിൽ കൊണ്ടുപോകും കേട്ടോ. ഇംഗ്ലീഷ്, മലയാളം, GK സെറ്റാക്കി തരും ഞാൻ കേട്ടോ. അപ്പോൾ തീർച്ചയായിട്ടും സപ്പോർട്ട് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ക്ലാസ്സുകൾ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, താഴെ കമൻറ്റ് ചെയ്യണം. ടെലിഗ്രാം ഗ്രൂപ്പിലൊക്കെ ഒന്ന് എൻ്റെ കൂട്ടുകാരെ ജോയിൻ ചെയ്യുക കേട്ടോ. എങ്ങനെയുണ്ട് എക്സ്പ്ലനേഷൻ എന്നുള്ളതൊന്ന് താഴെ കമൻറ്റ് ചെയ്യൂടാ. അപ്പോൾ ഞാൻ ഇന്നലെ ക്ലാസ് ഇട്ട് താഴെ ഒന്ന് കമൻറ്റ് ചെയ്യണം. അപ്പോൾ ആരും കമൻറ്റ് ചെയ്തില്ലല്ലോ. അപ്പോൾ ഒന്ന് കമൻറ്റ് ചെയ്ത് തരണം കേട്ടോ. എങ്ങനെയുണ്ട് ഡീറ്റെയിൽഡ് ആയിട്ടുള്ള എക്സ്പ്ലനേഷൻ എങ്ങനെയുണ്ട് എന്നുള്ളതൊന്ന് താഴെ കമൻറ്റ് ചെയ്യണം. താങ്ക് യു.